ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കയ്പ്പയ്ക്ക ഫ്രൈ ആണ്. അപ്പോൾ അതിനാവശ്യമായ 2 കയ്പ്പയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലെ വലിയ വലിയ കുരുകളെല്ലാം എടുത്ത് മാറ്റി കുറേ കുരുകളുണ്ടല്ലോ, അതുകൊണ്ട്. എന്നിട്ട് അതിനാദ്യം നന്നായിട്ട് കഴുകുക. കുരുവും ഇതൊക്കെ ഒന്ന് പോണ പോലെ നല്ലപോലെ കഴുകുക. എന്നിട്ട് ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്, എനിക്കൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതിനാവശ്യമായ മസാലകൾ നമുക്കിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ, ഉപ്പ് ആവശ്യത്തിന്. ഇനി മെയിനായിട്ടുള്ള സാധനം ബേസൻ, അതായത് കടലമാവ്. അത് ഞാനിവിടെ 2-2.5 സ്പൂണായിട്ട് ഇടുന്നത്. നമുക്ക് കയ്പ്പയ്ക്ക കൂടുതൽ എടുക്കണം അനുസരിച്ചിട്ട് ഇതുപോലെ ബേസനും മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടിയൊക്കെ കൂട്ടിയിരുന്നതാണ്. ഈ സമയത്ത് ഞാൻ സ്റ്റൗവിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. അതുപോലെ നന്നായിട്ട് കുഴയ്ക്കുക. എന്നിട്ട് ഇതുപോലെ നല്ലോണം കുഴച്ചെടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഇത്തിരി വെള്ളം എടുത്തിട്ടും ഇതുപോലെ കുഴച്ചെടുക്കുക. നല്ലോണം മസാലകൾ ആ കയ്പ്പയ്ക്കയിൽ നല്ലപോലെ ഒന്ന് ഇതായി കിട്ടുള്ളൂ. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഓൾറെഡി ഗ്യാസ് സ്റ്റൗവിൽ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. നമുക്ക് മെല്ലെ ചെയ്യാനുള്ളതാണെങ്കിൽ നമുക്കിതുപോലെ കുഴച്ച് അരമണിക്കൂറെല്ലാം വെച്ച് സെറ്റാക്കി എടുക്കാം. ഇതുപോലെ കിട്ടും. ഞാനിവിടെ ഒരു 15 മിനിറ്റ് വെക്കണുള്ളൂ. വെച്ച ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇത് ഓരോന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ചൂടായിട്ട് ശേഷം ഇടാൻ പാടുള്ളൂ, എന്നാലാണ് വേഗം ഫ്രൈ ആയി കിട്ടാൻ പറ്റുള്ളൂ. ഇതവിടെ ഏകദേശം ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനത് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഇതുപോലെ. അപ്പോൾ ഞാൻ സ്റ്റവ് നല്ലോണം എണ്ണ ചൂടായല്ലോ, അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് നല്ല സ്ലോയിലാക്കി കൊടുക്കണ്ടേ. ഇതുപോലെ ഇതാണ്ട് ഈ പരുവത്തിൽ കിട്ടും. നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് തന്നെ എടുക്കാനായിട്ടുണ്ട്. മെല്ലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് എടുക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കയ്പ്പയ്ക്ക് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. ഇത് ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതേപോലെ ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. Thank you for watching video.